ഭർത്താവിന് ഇങ്ങനെ ഒരു അപകടം വന്നിട്ട് അവരെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. ആ സ്ഥാനത്ത് നമ്മുടെ മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളായിരുന്നെങ്കിൽ എൻ്റെ അമ്മോ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ്, അതാണ് സത്യമാണോ? പിന്നല്ലാതെ. എന്താ ഡേ, ആ ക്ലാസ്സേ വേറെയാ. ക്ലാസ്സോ? ഇതിലെന്ത് ക്ലാസ് ഉണ്ടെന്നാ പറയുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാറില്ല. മോനെന്താ അന്യനെ പോലെ ബൊക്കയും കൊണ്ടാണോ വരേണ്ടത്? അളിയനാണെങ്കിൽ പെരും കള്ളൻ. ഏത് സമയവും റൗണ്ട് ഫിഗർ എന്ന് പറഞ്ഞ് ഫുൾ അസറ്റ് അടിച്ചു മാറ്റും. അതിന് നിനക്കെന്താ നഷ്ടം? ഇന്നെന്താ അച്ഛനും മോനോട് തല്ലുകൂടാതിരുന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നത്? ഒന്നുമില്ലടി. ഇവൻ ആ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോ വീടല്ലത് അമ്പലമാ, അവിടെ ഉള്ള ശിവപാർവതിമാർ വിത്തൗട്ട് നന്ദി, ലക്ഷ്മി നാരായണൻ വിത്തൗട്ട് പാമ്പെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. എന്താ അമ്പലോ? അപ്പൊ നിങ്ങളാരാ? പൂജാരിയുടെ തൂപ്പുകാരനാ? ഒരുത്തനും ശരിയല്ല അവിടെ. ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാലേ എൻ്റെ അച്ഛൻ അപകടമാ. നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്തിനാടാ? നിന്റെ അച്ഛൻ ഞാനാണ്. ഇനി നീ അങ്ങനെ പറഞ്ഞാൽ നിന്റെ അമ്മയെ കൊന്ന് ഞാനും അങ്ങ് ചത്തുകളയും. ഗോഡ് പ്രോമിസ് ആയിട്ട് പറയാ. ചാകുന്നതിന് അമ്മയെ കൊല്ലുന്നതിനാ? ഞാൻ ചത്താ പിന്നെ അവളാരാ നോക്കുന്നേ? പിന്നെ ഈ ഗ്യാപ്പ് എന്തിനാടാ? ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ പോകും. എന്ത് പറ്റി? അത് നെറുകെ കയറിയതാ. വെള്ളം എടുത്ത് കൊടുക്ക്. അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാ കുടിച്ചോ. ദിവസവും വൈകിട്ട് നിങ്ങളുടെ മോൻ സമൂസ കഴിച്ചോ ഷട്ടിൽ കളിക്കുന്നുണ്ടൊക്കെ നോക്കാൻ വേണ്ടി പോകാറുണ്ടല്ലോ അവിടെ. ഇനി മുതൽ ഞാനും പോയി എൻ്റെ അച്ഛൻ ടാബ്ലറ്റ് കഴിച്ചോ ടെന്നീസ് കളിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. റിലാക്സ്. നിങ്ങളുടെ മോനെ ഒരു യുവരാജാവായിട്ട് കാണണമെന്ന് ആഗ്രഹമില്ലേ? അതെന്റെ അച്ഛനുണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ അദ്ദേഹത്തെ നോക്കേണ്ട എന്റെ കടമയല്ലേ? നീയും രാമചന്ദ്രനും ഒരേ സ്ഥലത്തുണ്ടായാൽ ചിലപ്പോ ഒന്നായി പോയാലോ? രക്തമല്ലേടാ, അതേ രക്തം. ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെയാ ഇതുവരെ നിന്നെ ഞാൻ ആ വീടിന്റെ പടി കയറാൻ സമ്മതിക്കാത്തത്. ഒരിക്കലെങ്കിലും അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചെരുപ്പിൽ ഒട്ടിപ്പിടിക്കുന്ന ബബിൾക്കമാണടാ നീ. ചത്താലോട്ട ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോകും. നാളെ തന്നെ കൊണ്ടുപോകും. ഞാനോ? നിങ്ങൾ തന്നെ. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ടീഷർട്ട് ഇടരുത്, ഷർട്ട് മാത്രം ഇട്ടാൽ മതി. അതെന്താ പിന്നെ തുടങ്ങി. ഇവൻ അത്രയ്ക്കങ്ങ് ഏജ് ആയിപ്പോയോ? ടീഷർട്ട് ഇട്ടാലെന്താ കുഴപ്പം? ടീഷർട്ട് ഏജുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇങ്ങനെ ജുബ്ബ ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആളാണെന്നുള്ള വിചാരം ഉണ്ടല്ലോ. മഹാ കൂൾ ഡോക്ടർ, കൂൾ. സർ, ഷർട്ട്, ടീഷർട്ട്, മസിൽ സ്ട്രെയിൻ. അതുകൊണ്ട് ഓ, അർത്ഥം മനസ്സിലാക്കണം. വേണമെങ്കിൽ ഷോർട്സ് ഇട്ട് നടന്നു, കുറച്ച് കാറ്റ് കയറുമല്ലോ. ഓക്കെ? എന്താ? ഇപ്പോ സാറിന്റെ അടുത്ത് പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്. എസ്പെഷ്യലി നമ്മളെ പോലുള്ളവരല്ല. ലൈക്ക് മുമ്പ് സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു പയ്യനുണ്ടല്ലോ, അവനെ പോലെ. അവനെ ഇഞ്ഞ് വിളിക്കേ. ഒന്നിങ്ങി വാ. കണ്ടില്ലേ, ആ പയ്യന്റെ പേര് പറഞ്ഞപ്പോ തന്നെ സാറിന്റെ BP 120 80 ആയി. കണ്ടില്ലേ? നോക്ക്. ടാബ്ലറ്റ് കഴിച്ചാൽ BP പറയാം, അല്ലാതെ അവൻ വന്നിട്ട് എന്ത് ചെയ്യാനാ ഡോക്ടർ? പലതും ചെയ്യാൻ പറ്റും സാർ. സിനിമയിൽ മാത്രം അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ അസുഖം മാറും, അമ്മ വന്നാൽ ആരോഗ്യം തിരിച്ചു കിട്ടും. അതെല്ലാരും വിശ്വസിച്ചോളും. എന്നെ പോലെ MBBS, MD, FRCS ഒക്കെ എടുത്ത ഡോക്ടേഴ്സ് പറഞ്ഞാൽ വിശ്വാസമില്ല. ഡോണ്ട് ടച്ച്. ആദ്യം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് പറയാം. പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞ തപ്പടല്ലേ? എന്താ മനുഷ്യൻ മാറില്ലേ? മാറാനുള്ള അവകാശമില്ലേ? ഡോക്ടർ ഡ്രൈവർ ഒരുപോലെ അവർക്ക് മക്കളില്ലേ? വായിട്ടലച്ചവന് BP കൂടിയെന്നാ എനിക്ക് തോന്നുന്നത്. വേഗം പോയി അവനെ വിളിച്ചോണ്ടോ. അത് അവനിപ്പോ ഓഫീസിലായിരിക്കും. പെർമിഷൻ ചോദിക്കാൻ പറ. അത് ഗവൺമെന്റ് ഓഫീസല്ല സാർ. ലീവ് എടുക്കാൻ പറ. ലീവ് കൊടുത്തില്ലെങ്കിലും സാർ. ഇല്ലെങ്കിൽ ജോലി കളെ പറയാം സാർ. പോട്ടുമില്ല. പിന്നെ തിന്നുന്നത് എങ്ങനെയാണോ? എന്റെ വീട്ടിലോട്ട് ഇവിടെ 3 നേരം ബിരിയാണി കൊടുത്ത് വളർത്തിക്കോളാം ഞാൻ. ജോലി പോകുന്ന ഈ പൊട്ടടോ, ഞാൻ കൊടുക്കാൻ ജോലി. എന്താ? അല്ല, അവനെ കൊണ്ടുവരാൻ പറയുമ്പോഴൊക്കെ നീ ഇങ്ങനെ ഓരോ മുടക്കം പറയുമല്ലോ. അവനെ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് എന്താ നിന്റെ പ്രോബ്ലം? എന്താ നിന്റെ പ്രോബ്ലം? എനിക്കെന്ത് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്യേ. അത് ബാറ്ററി കുറച്ച് ലോ ആ. നമ്പർ പറ, ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ചെയ്യാം.
ഹലോ ചെയ്യാന്ന് പറഞ്ഞ് എങ്ങോട്ടാ മുങ്ങുന്നത്? പുറത്ത് സിഗ്നൽ ഉണ്ട്, അതുകൊണ്ടാ. നിങ്ങൾ പെട്ടെന്ന് വരണേ, ഇല്ലെങ്കിൽ എന്റെ ലൈഫാ പോകുന്നത്. എന്തൊരു നാക്കാടാ നിന്റെ. ഇന്നലെ നീ ഇവിടെ കയറുമെന്ന് പറയുന്നു, ഇന്ന് അവർ വിളിക്കുന്നു. എല്ലാ ലെവലാദികൾക്കും ഒരു ദിവസം ഉണ്ടെന്നല്ലേ. ഇന്നായിരിക്കും നിന്റെ ആ ദിവസം. അവർ പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിളിച്ച് കയറ്റുന്നാണോ? ഫോൺ ചെയ്തപ്പോൾ ഔട്ട് ഓഫ് കവറേജ് എന്ന്, എൻക്വയറി ചെയ്തപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം ഞാൻ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഡോക്ടർ വിളിച്ചോണ്ട് വന്നോളൂ. ഇവിടെ ഡോക്ടർ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയടാ? എവിടെയാടാ നീ? മുടന്തി നടക്കാതെ തലപൊക്കി നോക്ക്. ആ ഡോക്ടർക്ക് എന്താടാ? മുമ്പ് നിന്റെ പേര് പറഞ്ഞപ്പോ ചീത്ത പറഞ്ഞു. ഇപ്പോ നിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ പോലെ ബാനർ കെട്ടി പേപ്പർ കീറി എറിഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നു. റിലാക്സ്. അയാളുടെ മോനെ കിഡ്നാപ്പ് ചെയ്ത അയാൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യൂ. കിഡ്നാപ്പ് ചെയ്തെന്നോ? ആ ഇവനെ ഈ ചക്കപ്പയ്യനെ കൊണ്ടുവരുന്നു സാറേ. ഈ ഡോക്ടർ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ. ഒന്ന് വന്നാട്ടെ സാറേ, വരൂ. వైకుంఠపురంబులో నగరిలో నామూల సౌధంబుద బల మందారవనాంతరామృత సరప్రాంతేందుకాంతో మనోన్మల పర్యంత రమా వినోదియమునా వదన ప్రసన్నుడు విహ్వలనా എന്റെ മോൻ. റിലാക്സ്. പറ്റത്തില്ല, മോൻ വണ്ടിയിലുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരാം. ടീ കുടിച്ചെന്റെ കാശ് ഞാൻ കൊടുത്തോളാം. എന്റെ ഹെഡ്ഫോൺ അവന്റെ കയ്യിലുണ്ട്. പുത്തം മേടിച്ച് തരാം. നിന്റെ അച്ഛൻ നിന്നെ ഒരു കല്യാണ പെണ്ണിനെ പോലെയാണല്ലോ ഒളിപ്പിക്കുന്നത്. ശരിക്കൊന്ന് കാണുന്നത് ഇപ്പോഴാ. ഇങ്ങോട്ട് വാ. നന്നായിടാ മോനെ, നീ കൊള്ളല്ലോടാ. അന്ന് നീ രക്ഷിച്ചത് എൻ്റെ മരുമകന് മാത്രമല്ല, ഈ വീടിനെ, ARK കമ്പനിയെ, ഞങ്ങളുടെ സ്വപ്നം എല്ലാം. അമൂല്യയുടെ കമ്പനിയിലാ നിനക്ക് ജോലിയല്ലേ? അതെ സർ. ശമ്പളമൊക്കെ ഉണ്ടോ? ആ. എത്രയാ? 25 പറഞ്ഞത്. പിന്നെ കട്ടിങ്ങും പിടുത്തും എല്ലാം കഴിഞ്ഞ് 20 രൂപ കൈ കിട്ടുമായിരിക്കും സർ. ഞാൻ 50 തരാം. ഇങ്ങ് പോര്. സർ അതെ, പിള്ളേർക്ക് ഇത്രയും പൈസയൊക്കെ കൊടുത്താൽ അവർ വഴിതെറ്റി പോകും സാർ. എന്താടാ ഈ പറയുന്നേ? നീ പണം കൊടുത്താൽ വഴി തെറ്റുമായിരിക്കും, ഞാൻ കൊടുത്താൽ നന്നാവുകയുള്ളൂ. അതല്ല, നീ പോരടാ. വരാം സർ. നീ പോയി ഒരു റൂം നോക്കി ഒരു ടേബിൾ എടുത്തിട്ട് കമ്പ്യൂട്ടർ വെച്ചിരുന്നു. ഓക്കെ സർ. എന്താ ചെയ്യേണ്ടത് സർ? എന്ത് ചെയ്യാനാ? അതാ ഞാനും ചോദിച്ചത് സാർ. ഇന്റർനെറ്റിൽ പെണ്ണുങ്ങളുടെ പടവും കണ്ടോണ്ടിരുന്നോളൂ. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം. ഓ ആയിക്കോട്ടെ സർ. അതെ, ഇനി ഇവിടെ കുറെ പേരെ പരിചയപ്പെടാനുണ്ട്. കുറെ പണിയുണ്ട് ഇവിടെ. വെളി പോ. ഏത് ജോലി ചെയ്താലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അല്ലാതെ കള്ളത്തരം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല സർ.
ഞങ്ങളുടെ തലമുറയ്ക്ക് ഇതൊരു ഇൻസ്പിറേഷനാണ്. ഇൻസ്പിറേഷനാണ് സർ. തലമുറയ്ക്ക് ഇൻസ്പിറേഷനോ? ആ ഹലോ. ഹേയ് മാഡം, സുഖമല്ലേ? യോ, എന്നെ മനസ്സിലായില്ലേ? ഏയ് ഇരിക്കെ. അന്നൊരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഓർക്കുന്നില്ലേ? ഹായ്. Hi, how are you? All okay? കുഴപ്പമില്ല. എന്നെ എപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല മാഡം, സാരമില്ല. ഇറ്റ്സ് ഓക്കെ. So sorry, bad memory. ഒന്നും സാരമില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോ നമ്മുടെ ലാലേട്ടൻ ആൾക്കാരെ നോക്കി കൈ വീശാറുണ്ട്. അതെല്ലാവരും അറിഞ്ഞിട്ടാണോ കൈ വീശുന്നത്? നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ മേലെ, ഞങ്ങളൊക്കെ താഴെ. God. മേലെ മേലെ നിങ്ങൾ താഴെ. നോക്ക്, എനിക്ക് ഫോളോയിങ് ഉണ്ട്. ഓ. പിന്നെ സത്യം പറഞ്ഞ നിങ്ങൾ കണ്ടാണ്ടല്ലോ, വല്ലാത്തൊരു ഇതാ, സൂപ്പർ സെക്സി ഫീലാണ്. പിന്നെ Such a naughty boy you are. കൊല്ലുന്ന ഫിഗർ അല്ലേ? ഹലോ ചേട്ടാ, ഒന്ന് ഇരുന്നേ ഒരു മിനിറ്റ്. പറയാളേ, ദാ പോയ പെണ്ണെ കാണാനുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല, നീ പറ. അല്ല, കാണാനൊക്കെ കൊള്ളാം. ആ പെണ്ണിന്റേതായിട്ട് ആരെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാ. അത് നടക്കില്ല. എന്താ? ഞാൻ അവളുടെ അമ്മാവനാ. അയ്യോ സോറി സർ, ഈ നിക്കറും കോലവും ഒക്കെ കണ്ടപ്പോ ഞാൻ പണിക്കാരനാന്ന് വിചാരിച്ചു. പണിക്കാരനോ? യെസ്. അതെന്താടോ വീട്ടിലും 3 പീസ് കോട്ട് ഇട്ടോണ്ട് നിൽക്കണോ? എന്റെ അമ്മോ, റിസോർട്ടോ? വീടെങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ സാറേ? അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ടും അന്ന് രാമേന്ദ്രൻ സാറിനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയാണെന്നാ. അല്ല, പോലീസിൽ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലേ സാർ? കൊടുത്തതാടാ. എന്നിട്ട്? ആ, അതൊന്നും ആയില്ല. ആ സാരമില്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അത് ചെയ്തവരും അത്ര ശക്തരായതുകൊണ്ട് എവിഡൻസും സാക്ഷികളും ഒന്നും ഉണ്ടായില്ല. അതുപോലെ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർക്ക് പോലും പേടിയാടാ. പോലീസുകാർക്ക് പേടിയാണെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാം. സംസാരിക്കണോ? ആ ചേട്ടാ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിച്ചേക്കരുത്. അവര് നമ്മളെ പോലെ മിഡിൽ ക്ലാസ് അല്ല. ഹലോ അമ്മു. എത്ര നാളായി കണ്ടിട്ട്. നല്ല ക്യൂട്ട് സ്കേർട്ടാണല്ലോ മോളെ. പപ്പ, ആരാ ഇത്? ബണ്ടു, എന്റെ സെക്രട്ടറി. ഹലോ. ഇവൻ ദേഹത്തൊക്കെ തൊടുന്ന എന്തിനാ? കീ കാൾ. അല്ല, ഇവർക്ക് എന്നെ അറിയില്ലേ? പറഞ്ഞില്ലായിരുന്നോ? എന്തു പറഞ്ഞില്ലേന്ന്? അല്ല, ആ പയ്യനോട് മോൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തോണ്ടേ. ഇല്ലാത്തോണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നോന്നൊരു. ഇവനോട് സംസാരിച്ച എന്റെ ജീവൻ പോകുന്ന തോന്നുന്നേ. ഇതൊന്നും ഇവിടെ പറയല്ലേ. നിങ്ങൾ ഇപ്പൊ ഒന്നും പറയണ്ട പപ്പ. ഇവൻ എന്തിനാടി എന്നെ പപ്പാന്ന് വിളിക്കുന്നേ? അത് പിന്നെ അമ്മുവിന്റെ പപ്പ എന്ന് പറഞ്ഞ എന്റെയും കൂടെ പപ്പയല്ലേ പപ്പ? അമ്മു, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴോ? എന്നാ നിനക്ക് ഇഷ്ടമുള്ളപ്പോ വാ, നീ വാടി. ഏയ്, so sad. ഏയ്. ഏയ് ഹലോ. ഹലോ സാർ, എന്തൊക്കെയുണ്ട്? ഇത് ജവഹർ നഗർ വൈകുണ്ഠപുരം വീടല്ലേ? തന്നെ 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 സാർ. പിന്നെ നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ അല്ലേ സാറേ വർക്ക് ചെയ്യുന്നത്. എന്ത് വർക്കാ? ഡെസിഗ്നേഷൻ ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോ നെറ്റില് പടം കണ്ടിരിക്കില്ല പ്രധാന പരിപാടി. അല്ല സാർ, ശരിക്കും എന്തിനാ വന്നത്? രാമേന്ദ്ര സാറിനോട് സംസാരിക്കാൻ. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള എന്നോട് പറഞ്ഞാൽ മതി സാറേ. വെറും പയ്യനായ നിന്നോട് എന്ത് പറയാൻ? അദ്ദേഹത്തിന് സെക്യൂരിറ്റി വേണോ വേണ്ടയോ എന്ന് അറിയാൻ കമ്മീഷണർ സാർ പറഞ്ഞയച്ചതാ. ഞാനുള്ളപ്പോ എന്തിനാ സാറേ വേറെ സെക്യൂരിറ്റി? ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇമ്ലാ. നീ ആരാടാ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഡിസൈഡ് ചെയ്യാൻ? ഇങ്ങൊന്ന് നടത്തിക്കൊന്നേ. എന്താ? ആക്ച്വലി രാമേന്ദ്രൻ സാറിന്റെ മകനാണ് ഞാൻ. സത്യമാണ് സാറേ, രാമേന്ദ്രൻ സാറിന്റെ മകനാണ് ഞാൻ. സാറാണ് സത്യം. ഹലോ സർ. ഹലോ. പിന്നെ ഇവനോ? 10-25 വർഷമായിട്ട് മകനാണെന്ന് വിശ്വസിക്കുന്നു. ഇത്ര വർഷമായിട്ട്? നീ ഇതെപ്പോഴാ അറിഞ്ഞത്? റീസെന്റ് അറിഞ്ഞതാ. ആരാ പറഞ്ഞത്? ഒരു നേഴ്സ്. ആ നേഴ്സും പിന്നെ ആ തൂണിനപ്പുറത്തൊരുത്തി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ടോപ്പ് ഫ്ലോറിൽ കിടന്ന് എന്നെ എടുത്ത് താഴെ കിടന്ന് അവനെ എടുത്ത് ടോപ്പ് ഫ്ലോറിൽ കിടത്തി കോടീശ്വരനാക്കി. അതൊക്കെ ആരാ പറഞ്ഞത്? അയാളാ? അയാളല്ല സാറാ, നേഴ്സ്. എപ്പോ? ഈ അടുത്ത്. പിന്നെ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാ പറയാതിരുന്നത്? കോമയിലായതുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴെങ്ങനെയാ പറഞ്ഞത്? കോമയിന്ന് രക്ഷപ്പെട്ടോണ്ട് ഇപ്പൊ പറഞ്ഞു. ഓ, നിന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ? പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറയണോ? അറ്റ്ലീസ്റ്റ് ഇതാ രാമേന്ദ്ര സാറോടെങ്കിലും പറയണ്ടേ? അവര് പറയാന്ന് പറഞ്ഞു. പിന്നെന്താ പറയാതിരുന്നത്? ഇത് പറയുന്നതിന് മുമ്പ് അവര് മരിച്ചുപോയി. ചായ എന്തെങ്കിലും പറയണോ സാർ? അത് ശരിയാവില്ലടാ. വിസ്കി തന്നെ വേണം. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടിച്ചോളാം. എടാ ബണ്ടു പൊന്നുമോനെ, ഈ കാര്യം നിനക്ക് മാത്രമേ അറിയാവുള്ളൂ അതോ വേറെ ആർക്കെങ്കിലും അറിയാവോ? വേറെ ആർക്കും അറിയില്ല സാർ. ഞാൻ പറയേയില്ല. ഞാൻ ത്യാഗം സഹിച്ചോളാം സാർ. അത്രയ്ക്ക് ത്യാഗരാജനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ വീട് ഞാനല്ലേ സാർ നോക്കണ്ട. ബണ്ടു, കീസ്. ഓ
രവി വിളിച്ചിരുന്നു അർജന്റായ ഓഫീസിൽ എത്തണമെന്ന്. ഈവനിങ് കാണാം. ഓക്കെ? സോറി സോറി സോറി. ആരാത്? ദേ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. പിന്നെ നിനക്കെന്തിനാ വന്നത്? ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായതുകൊണ്ട്. ഇത് അവൻ അറിയാവടാ. എന്ത് ചോദ്യം സാറേ, അതറിഞ്ഞാൽ പിന്നെ അവൻ കെട്ടുവോ സാറേ? അറ്റ്ലീസ്റ്റ് രാമേന്ദ്ര സാറിനെങ്കിലും അറിയാവടാ. അത് പറയണമെന്ന് വെച്ചിരിക്കുമ്പോഴാ സാർ ഇട്ടിവിട്ട് പോലെ വന്നത്. Naughty boy, yeah? ഇതാരാ? ദേ ലവന്റെ മുറപ്പെണ്ണ്. പിന്നെ നിന്റെ ചന്തിക്ക് തട്ടിയത് എന്തിനാ? അതെ സാറേ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് അവൾ എന്നെ സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? കൊള്ളാവടാ. ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചുങ്ങളെ നീ വെറുതെ വിടരുത്. അവൻ ഇങ്ങനെ ചുമ്മാ മൊബൈലിൽ നോക്കി നടക്കട്ടെ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള കരുത്തിലടാ. ഞാൻ പോവുകടാ. ഗുഡ് മോർണിംഗ് ഓഫീസർ. സാർ, നിങ്ങൾ ആർക്കെങ്കിലും ജോലി കൊടുക്കുമ്പോൾ അവൻ ആരാണ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും നോക്കാറില്ലേ? എന്താ കാര്യം? ഇവനെ ഇവിടെ ആരാ ജോലിക്ക് വെച്ചത്? താൻ എന്താടാ ഈ പറയുന്നേ? ഈ വീട്ടിൽ മൊത്തമായി ഇന്റലിജൻസിലും കോമൺ സെൻസിലും എനിക്ക് ശേഷം മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവനാ. കിളി പോയ പോലെ. എന്റെ പൊന്നോ, നമിച്ചു നിന്നെ. എന്ത് പറ്റി സർ? ഒരു വെടിക്കെട്ട് കഴിഞ്ഞ പോലെ. മോനെ, ഈ പണമുള്ളവന്മാരെല്ലാം ബുദ്ധിയുള്ളവരാണെന്ന് വിചാരിക്കരുത്. ഭാഗ്യമുണ്ട്, അത്ര തന്നെ.